رجب وشعبان وبلغنا شهر رمضان اللهم وفقنا فيه القيام والصيام والصدقة وتلاوة القرآن وسائر الخيرات لوجهك الكريم. ഇന്ന് പള്ളികളിൽ നിന്ന് അതുപോലെ ഖതീബ് മിമ്പറുകളിൽ നിന്ന് നല്ല നല്ല മജ്‌ലിസുകളിൽ വെച്ചൊക്കെ മുഅ്മിനീങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു, ഒറ്റയായി കൂട്ടമായി. ആ പ്രാർത്ഥന സാക്ഷാത്കരിക്കാൻ പോവുകയാണ് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാൽ. നാം ആവേശത്തിലും ആഹ്ലാദത്തിലും ആമോദത്തിലും ആനന്ദത്തിലും ആഘോഷത്തിലും കാത്തിരിക്കുന്ന പരിശുദ്ധമായ റമളാൻ അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. റജബുൻ ലിതത്ഹീരിൽ ബദനി, ഹനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത് എന്താണ്? റജബുൻ ലിതത്ഹീരിൽ ബദനി. റജബ് എന്ന് പറഞ്ഞാൽ ശരീരം ശുദ്ധിയാക്കാനുള്ളതാണ്. നമ്മുടെ ശരീരം, നമ്മുടെ ഡെഡ് ബോഡി, അത് ശുദ്ധിയാക്കാനുള്ളതാണ്. ആ റജബ് നാം ഒരുപാട് പുണ്യങ്ങൾ നിറഞ്ഞ റജബ് നമ്മളിൽ നിന്ന് കഴിഞ്ഞു പോയി. മുഅ്മിനീങ്ങൾ അവരുടെ ശരീരം ശുദ്ധിയാക്കി. ആ ശരീരത്തിൽ ഒരു പ്രധാന അവയവമുണ്ട്, പ്രധാന കേന്ദ്രമുണ്ട്, പ്രധാന ഹെഡ് ഓഫീസ്. എല്ലാ വിഷയങ്ങളും കൈകാര്യം ചെയ്യുന്ന, തീരുമാനമെടുക്കുന്ന മെയിൻ ഓഫീസ്. ഏതുപോലെ ഒരു ബിൽഡിങ്ങിന്, ഒരു സ്ഥാപനത്തിന്, ഒരു കോളേജിന്, എന്തെങ്കിലും എല്ലാ വിഷയങ്ങൾക്കും ഒരു ഓഫീസ് ഉണ്ടാവും, മെയിൻ ഓഫീസ്. ആ ഓഫീസിൽ വെച്ചാണ് മറ്റുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുക. ഇതുപോലെ നമ്മുടെ ശരീരത്തിന്റെ മെയിൻ ഓഫീസ് അതാകുന്നു, അത് ഹൃദയമാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത്. എന്താ പഠിപ്പിച്ചത്? ശരീരത്തിൽ ഒരു മാംസകഷ്ണമുണ്ട്, അത് നന്നായാൽ സലഹൽ ജസദു കുല്ലുഹു, ശരീരം മുഴുവനും നന്നായി. വൈദാ ഫസദത്, അത് നാശമായാൽ, മോശമായാൽ, വൃത്തികേടായാൽ, മാലിന്യങ്ങളെ കൊണ്ട് നിറഞ്ഞ് കൂമ്പാരമായ വസ്തുവായി മാറിയാൽ ഫസദൽ ജസദു കുല്ലുഹു, ശരീരം മുഴുവനും വൃത്തികേടായി, മലിനമായി, മോശമായി, നീചമായി, നികൃഷ്ടമായി എന്ന് ലോകത്തിന്റെ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ ഒരു കേന്ദ്രമാണ് ലിതത്ഹീരിൽ ഖൽബി, ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമായ ഖൽബ്. ആ ഖൽബിൽ നിന്നാണ് എല്ലാ തീരുമാനത്തിന്റെയും ഉടലെടുപ്പ് അവിടെ നിന്നാണ്, ഉണ്ടാവൽ അവിടെ നിന്നാണ്. എന്നാൽ ആ ശരീരത്തിന്റെ പ്രധാനപ്പെട്ട അവയവമാകുന്ന, പ്രധാനപ്പെട്ട കേന്ദ്രമാകുന്ന ഖൽബ്, മനസ്സ് ശുദ്ധിയാക്കാനുള്ളതാണ് ശഅബാൻ എന്നുള്ളത്. ഈ മാസം നമ്മൾ വിട പറയാൻ പോവുകയാണ്. ഏതാനും ചുരുങ്ങിയ ദിവസങ്ങൾ കഴിഞ്ഞാൽ ശഅബാൻ വിട പറഞ്ഞു. നാം ശരീരം ശുദ്ധിയാക്കി, ആ ശരീരത്തിലെ പ്രധാന കേന്ദ്രമായ ഖൽബിനെ ശുദ്ധിയാക്കി. നാം ഇനി എന്ത് ചെയ്യണം? നാം ഇനി പ്രതീക്ഷിക്കേണ്ടത് റമളാനിനെയാണ്. അതാണ് മഹാനായ നബി തങ്ങൾ അതിന്റെ ശേഷം പറയുന്നു, വറമളാനുൻ ലിതത്ഹീരിർ റൂഹ്. ആ ശരീരത്തിൽ, ഒരു മനുഷ്യന്റെ ശരീരത്തിൽ പ്രധാനപ്പെട്ട കേന്ദ്രമാണ് അവന്റെ ഖൽബ്, മനസ്സ് എന്നുള്ളത്. ആ മനസ്സാകുന്ന മഹൽ പ്രപഞ്ചത്തില്, മനസ്സാകുന്ന മാണിക്യ കൊട്ടാരത്തില്, മനസ്സാകുന്ന കേന്ദ്രത്തില്, മനസ്സാകുന്ന വിശാലമായ ആ പ്രപഞ്ചത്തില് എന്തുണ്ട്? ഒരു സാധനമുണ്ട്. റൂഹ് എന്ന് പറയുന്ന, ആത്മാവെന്ന് പറയുന്ന സംഗതിയുണ്ട്. ആത്മാവിന് കൊടുക്കേണ്ട ഭക്ഷണമാണ്. ആത്മാവ് ശുദ്ധിയാക്കാനുള്ളതാണ് പരിശുദ്ധമായ റമളാൻ. ആത്മാവിനെ
ശുദ്ധിയാക്കാനുള്ളതാണ് പരിശുദ്ധമായ റമദാൻ. ഇതുപോലെ റജബ് ശരീരത്തെ ശുദ്ധിയാക്കിയതുപോലെ ശഅബാൻ ശരീരത്തിലെ പ്രധാന കേന്ദ്രമായ ഖൽബ് ശുദ്ധിയാക്കിയതുപോലെ. എന്നിട്ട് നബി തങ്ങൾ പറയുന്നു, പിന്നെ ശുദ്ധിയാക്കേണ്ടത് എന്താണ്? അവന്റെ റൂഹാണ്. മരിച്ചു പോകാത്ത, നശിച്ചു പോകാത്ത, ഒരു കാലത്തും നശിച്ചു പോകാത്ത ഒരു ആ സാധനം ഏതാണ്? ആത്മാവാണ്, റൂഹാണ്. ആ റൂഹിനെ ശുദ്ധിയാക്കാനുള്ളതാണ് റമദാനു ശരീഫ്, റമദാനു ശരീഫ്, റമദാനുൽ കരീം, റമദാനുൽ മുബാറക, റമദാനുർ റഹ്മ, റമദാനുൽ മഗ്ഫിറ. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത്. അപ്പോൾ ശരീരത്തെ ശുദ്ധിയാക്കി, അതേ അവന്റെ കൽബിനെ ശുദ്ധിയാക്കി, അവന്റെ ആത്മാവിനെ ശുദ്ധിയാക്കാനുള്ളതാണ്. ഇതല്ലേ ഒരാള് ശരീരത്തെ ശുദ്ധിയാക്കിയതിന്റെ ശേഷം അവന്റെ ഹൃദയത്തെ ശുദ്ധിയാക്കിയതിന്റെ ശേഷം സുബ്ഹാനല്ലാഹ്, കഴിഞ്ഞ കൊല്ലം നമ്മോട് വിട പറഞ്ഞ് സലാം പറഞ്ഞു പോയ റമദാൻ ഒരു വിരുന്നുകാരനെ പോലെ, ഒരു അതിഥിയെ പോലെ, ഒരു അതിഥിയായി വിരുന്നുകാരനായി സന്തോഷത്തോടെ നമ്മുടെ മുന്നിലേക്ക് വരുമ്പോൾ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കേണ്ട ബാധ്യത അത് മുഅ്മിനിന്റെ ബാധ്യതയാണ്, മുസ്ലിമിന്റെ ബാധ്യതയാണ്, വിശ്വാസിയുടെ ബാധ്യതയാണ്. അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, സുബ്ഹാനല്ലാഹ്. എന്താണ് പഠിപ്പിക്കുന്നത്? മൻ ഫറഹ യദ്ഖുലൂന റമദാൻ. ആരെങ്കിലും സന്തോഷിച്ചാൽ, ആരെങ്കിലും ആനന്ദിച്ചാൽ, ആരെങ്കിലും ആവേശത്തിന്റെ കൊടുമുടിയിലേക്ക് പ്രവേശിച്ചാൽ, മൻ ഫറഹ, ആരെങ്കിലും സന്തോഷിച്ചാൽ, ആരെങ്കിലും ആനന്ദിച്ചാൽ, ആരെങ്കിലും ആഘോഷിച്ചാൽ, യദ്ഖുലു റമദാൻ. എന്താണ് ബിദുഖൂലി റമദാൻ? ബിദുഖൂലി റമദാൻ, റമദാൻ വരുന്നുണ്ടെന്നുള്ള വാർത്ത അതാ കൊണ്ട് ആരെങ്കിലും സന്തോഷിച്ചാൽ, റമദാൻ വരികയാണ്, പഠിച്ചോനെ എനിക്കൊന്ന് നന്നാവണം, റമദാൻ വരികയാണ് ഞാനൊന്ന് നന്നാകട്ടെ, റമദാൻ വരികയാണ് ഞാൻ എന്റെ വീട് വൃത്തിയാക്കട്ടെ, റമദാൻ വരികയാണ് ഞാൻ എന്റെ മുറ്റമൊന്ന് വൃത്തിയാക്കട്ടെ, റമദാൻ വരികയാണ് ഞാൻ എന്റെ വസ്ത്രങ്ങളൊക്കെ അലക്കി വൃത്തിയാക്കി മടക്കി വെക്കട്ടെ, റമദാൻ വരികയാണല്ലോ ഞാനൊന്ന് അതാ ഒരുങ്ങട്ടെ എന്ന ആ സുന്ദരമായ ആശയത്തിൽ അവൻ ആഘോഷിച്ചാൽ. നിങ്ങൾ നോക്ക്, ചില നാടുകളിലൊക്കെ നനച്ചുകുളി എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്. അതെന്താണ് ആ നനച്ചുകുളി എന്നുള്ളത്? ഒരു പേര് വന്നുപോയതാണ്. എന്താണ്? വീട്ടിലെ ജനവാതില്, വീട്ടിലെ വാതിൽക്കട്ടില്, വീട്ടിലെ എല്ലാ വസ്തുക്കളും, വീട്ടിലെ അതാ സ്പൂണ് വരെ, സ്പൂണ് മുതൽ, ഗ്ലാസ് മുതൽ, ചട്ടി മുതൽ, ചെമ്പ് മുതൽ, അല്ലാ ചട്ടകം വരെ, എങ്ങനെ തുടങ്ങിയിട്ട് എന്തെല്ലാം വസ്തുക്കൾ, അടുക്കളയിൽ ഉപയോഗിക്കുന്ന എന്തെല്ലാം വസ്തുക്കളുണ്ടോ, വീട്ടിലെ അതാ വിരുപ്പ്, പുതപ്പ്, തലയിണ കവറ്, അങ്ങനെ തുടങ്ങിയിട്ട് എന്തെല്ലാം സാധനങ്ങളുണ്ടോ വീട്ടിലുള്ളത്, അതെല്ലാം സ്പെഷ്യലായിട്ടൊന്ന് അലക്കിയിട്ട്, സ്പെഷ്യലായി ഒന്ന് അലക്കി ഉണക്കിയിട്ട് റമദാനിന് വേണ്ടി അതാ ഒരുങ്ങുന്ന വീടുകളുണ്ടല്ലോ, സന്തോഷിക്കുന്ന വീടുകളുണ്ടല്ലോ. അതെ, റമദാൻ വരികയാണ് ഞാൻ എന്റെ വിരിപ്പുകളൊക്കെ ഒന്ന് അലക്കട്ടെ, റമദാൻ വരികയാണ് ഞാൻ എന്റെ വീടൊക്കെ ഒന്ന് അതാ വൃത്തിയാക്കട്ടെ, റമദാൻ വരികയാണ് ഞാനതാ എന്റെ വീടൊന്ന് സ്പെഷ്യലായിട്ട് അടിച്ച് തുടച്ച് വൃത്തിയാക്കട്ടെ
എന്നൊരു മുഅ്മിനായ മനുഷ്യനങ്ങ് ചിന്തിച്ചു പോയാൽ, ഒന്ന് സന്തോഷിച്ചു പോയാൽ, ആരാ പറയുന്നത്? ലോകത്തിന്റെ മുത്തേ മുഹമ്മദ് മുസ്തഫ സ്വലവാത്തും തസ്ലീമും അലാ ഹബീബ് സുമറൻ സുമറ തർഹീമും തർഹീമും തർദിയാത്തുൻ അലൈഹിസ്സലാം. പകരം വെക്കാനില്ലാത്ത നേതാവ്. ആ നേതാവ് പറയാണ്, റമദാൻ വരുന്നതുണ്ട്, എല്ലാവരും സന്തോഷിച്ചാൽ, അവന്റെ വീട് വൃത്തിയാക്കിയാൽ, അന്ന് വരെ കഴുകാത്ത സാധനങ്ങൾ, അന്ന് വരെ തുടക്കാത്ത വസ്തുക്കളൊക്കെ തുടച്ച് വൃത്തിയാക്കി. അല്ലാഹ് റമദാൻ വരെയാണ്. സ്പെഷ്യലായിട്ട് പത്തിരിപ്പൊടി, സ്പെഷ്യലായിട്ട് മുളക് പൊടി റെഡിയാക്കി വെക്കുന്നു, മല്ലിപ്പൊടി റെഡിയാക്കി വെക്കുന്നു, മഞ്ഞൾപ്പൊടി റെഡിയാക്കി വെക്കുന്നു, എല്ലാം റെഡിയാണ്. വെളിച്ചെണ്ണ നേരത്തെ റെഡിയാക്കി വെക്കുന്നു, തേങ്ങ അതാ വലിച്ച് അതാ പൊളിച്ച് അത് കൊപ്പരയാക്കി ആട്ടി വെളിച്ചെണ്ണ. സുബ്ഹാനല്ലാഹ്, എല്ലാ വസ്തുക്കളും അടുക്കളയിൽ റെഡിയാക്കി വെക്കുന്നു. വാങ്ങേണ്ടത് എന്തുമാത്രമാണ്? അതാ മാംസവും മത്സ്യവുമല്ലാതെ വീട്ടിലേക്കൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല. എല്ലാ പാത്രങ്ങളും നിറഞ്ഞു കവിഞ്ഞു പോയി, ഉള്ളവനതാ ഇല്ലാത്തവൻ എത്തിച്ചു പോയി. കിറ്റുകൾ അതാ പാവപ്പെട്ടവർക്ക് എത്തിച്ചു പോയി, കിറ്റുകൾ അതാ ഇല്ലാത്ത മേഖലയിലേക്ക് എത്തിച്ചു പോയി. സുബ്ഹാനല്ലാഹ്, ഞാൻ എൻ്റെ മുഅ്മിനീങ്ങളോട് പറയട്ടെ, ഞാൻ എൻ്റെ മുസ്ലിങ്ങളോട് പറയട്ടെ, പാവപ്പെട്ടവർക്ക് കിറ്റുകൾ ധാരാളം കിട്ടും. അതേ സമയത്ത് പാവപ്പെട്ടവനാണ്, അവൻ പാവപ്പെട്ടവനാണെന്ന് ഒരാളോടും പറയുകയില്ല. എൻ്റെ വീട്ടിൽ അരിയില്ലെന്ന് പറയില്ല, എൻ്റെ വീട്ടിൽ അതേ ഒരു നേരത്തെ ഭക്ഷണത്തിന് വകയില്ലെന്ന് പറയില്ല. അവനുള്ളത് നല്ല ഇസ്തിരിയിട്ട്, നല്ല അതാ ഷൂട്ടും കോട്ടും ഇട്ടിട്ട് നല്ല സുന്ദരനായി പുറത്ത് ജനങ്ങൾ അറിയരുതെന്ന് ചിന്തിച്ച് നടക്കുന്ന എത്രയെത്ര ആളുകളുണ്ട് മുഅ്മിനേ. അവന്റെ വീട് കാണുമ്പോ നല്ല വീടാണ്, അവനൊരു പക്ഷേ സ്കൂട്ടറിൽ യാത്ര ചെയ്യുന്നുണ്ട്, പക്ഷേ അവൻ ആ സ്കൂട്ടറിൽ യാത്ര ചെയ്യുന്നതിന്റെ എണ്ണ, ആ എണ്ണ ആരോടെങ്കിലും കടം വാങ്ങിയിട്ട് അടിച്ച എണ്ണയായിരിക്കും. അവന്റെ വീട്ടിലതാ ഷുഗറും പ്രഷറും കയറിയിട്ട് ഉമ്മയും ബാപ്പയും മരുന്ന് വാങ്ങാൻ പൈസയില്ലാതെ കഷ്ടപ്പെട്ടിട്ട് മരുന്ന് വാങ്ങാതെ അതാ നടക്കുന്നുണ്ട്, ജീവിതം കഴിക്കുന്നുണ്ട്. ആരോടും പറയരുത്, അഭിമാനം അതാ ഇസ്സത്ത് വിചാരിച്ചുകൊണ്ട് പറയാത്ത എത്ര ആളുകളുണ്ട്. കടത്തിൽ അകപ്പെട്ട് വിഷമിക്കുന്ന എത്ര ആളുകളുണ്ട്. ആരോടും പറയുന്നില്ല, ആരോടും അതാ ഞാൻ കഷ്ടത്തിലാണ്, ഞാൻ വിഷമത്തിലാണ്, ഞാൻ പ്രയാസത്തിലാണെന്ന് പറഞ്ഞ് കൈനീട്ടുന്നില്ല. അവരെ കണ്ടുപിടിക്കണേ, അവരെ തെരഞ്ഞു പിടിക്കണേ. അവരാണ് ഇതിന് അവകാശികൾ, അവരാണ് കിറ്റിന് അവകാശികൾ, അവരാണ് പാവപ്പെട്ടവർ. ഒന്നും പറയാത്തവരാണ് പാവപ്പെട്ടവർ. സുബ്ഹാനല്ലാഹ്, അവരെ നിങ്ങൾ സന്തോഷിപ്പിച്ചോ. ഒരു പാവപ്പെട്ട ഒരു വീടുണ്ടെങ്കിൽ, ഒരു കുടുംബമുണ്ടെങ്കിൽ എല്ലാവരും ആ പാവപ്പെട്ടവർക്ക് കൊടുക്കുന്നു. കൊടുക്കണ്ട എന്നല്ല, തൊട്ടടുത്ത വീടുണ്ട്, ആ വീട്ടിൽ ആരുണ്ട്? സുബ്ഹാനല്ലാഹ്, ഇടത്തട്ടുകാരായ വളരെ പ്രയാസപ്പെട്ട് ജീവിക്കുന്ന ആളുകളുണ്ട്. അവരെ വിഷമം പുറം ലോകമറിയുന്നില്ല. അവര് നമ്മെ പോലെ പള്ളിയിൽ വരുന്നു, നമ്മെ പോലെ ജമാഅത്തിന് പങ്കെടുക്കുന്നു. അവര് അതാ സുഖസുന്ദരമായിട്ട് പെരുമാറുന്നു. വീട്ടിലെ കണ്ണുനീരാട്, വീട്ടിലെ പ്രയാസങ്ങളാട്, വീട്ടിലെ പ്രശ്നങ്ങളാട്, വീട്ടിലെ പ്രതിസന്ധികളാട്. അവരെ കാണാൻ, അവരെ കണ്ടുമുട്ടാൽ, അവർക്ക് സഹായമെത്തിക്കാൻ മുന്നോട്ട് വാ മക്കളെ, മുന്നോട്ട് വരൂ മുഅ്മിനേ. അല്ലാഹ് തൗഫീഖ് നൽകട്ടെ.
സന്തോഷിക്കുമ്പോ എന്റെയും നിങ്ങളുടെയും വീട്ടിൽ 10-40 കിലോന്റെ അരി പൊടിച്ചു വെച്ചിരിക്കുന്നു, ചാക്കരി വന്നിരിക്കുന്നു, മുളക് പൊടിയും മല്ലിപ്പൊടിയും റെഡിയാണ്, എല്ലാം റെഡിയാണ്, എല്ലാ പാത്രങ്ങളും നിറഞ്ഞു നിൽക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ഈ പാവപ്പെട്ടവന്റെ വീട്ടിലും നിറയട്ടെ, ഈ പാവപ്പെട്ടവനും സന്തോഷിക്കട്ടെ. അതല്ലേ മുത്തുനബി പറഞ്ഞത്?